പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ശക്തമായിരിക്കെ നേരത്തെ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനിയുടെ സംസ്കാരം മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമോ എന്നതിലും ആശയക്കുഴപ്പം. ജൂലൈ 9-നാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഇറാനിലേക്കുള്ള അമേരിക്കൻ ആക്രമണം ശക്തമായാൽ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചേക്കും. ഇതിനിടെ ലെബനനിലേക്കുള്ള ആക്രമണം ഇസ്രയേൽ കടുപ്പിച്ചു. വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ ഇതാ അയത്തുള്ള അലി ഖമനിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവെക്കുമോ എന്നുള്ളത് വലിയൊരു ആശങ്കയായി നിലനിൽക്കുകയാണ്. ഫെബ്രുവരിയിലാണ് കൊല്ലപ്പെടുന്നത് ഖമനി. ഇത്രയും നാൾ പിന്നിട്ടിരിക്കുന്നു, മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനിയും സംസ്കാരം നീളാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആക്രമണത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? അനുശ്രീ, പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നിലയാണ്. അമേരിക്കയുടെ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്നു. തിരിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നു. നേരത്തെ ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നതാണ് ലെബനൻ ഇസ്രായേൽ ആക്രമണം. അത് ഒഴിവാക്കണമെന്നത്. പക്ഷേ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കടുത്ത ആക്രമണം ലെബനനിലേക്ക് നടക്കുന്നു. ഈ സമാധാന കരാർ വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ 10-ലധികം പേർ ലെബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ സംഘർഷം മാറുമ്പോൾ അയത്തുള്ള ഖമേനിയുടെ സംസ്കാരം നടക്കുമോ എന്ന കാര്യത്തിലാണ് ഒരു അനിശ്ചിതത്വം വരുന്നത്. കാരണം ജൂലൈ 9-ന്, അടുത്ത മാസം 9-നാണ് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലാണ്. 4-ാം തീയതി മുതൽ തന്നെ ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായുള്ള മറ്റ് ചടങ്ങുകൾ ആരംഭിക്കും. 4 മുതൽ 9 വരെ എന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, പ്രധാനപ്പെട്ട ലോക നേതാക്കളെ എല്ലാം തന്നെ ഇറാൻ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സംഘർഷ സാഹചര്യത്തിൽ സംസ്കാരം നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഈ വരും ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇറാനിലേക്ക് കടുത്ത ആക്രമണം ഉണ്ടാകും. ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം സൂചിപ്പിക്കുന്നത് അതാണ്. അമേരിക്ക ഒരു ദൗത്യം തുടങ്ങിവെച്ചു, ഇനി ന്യായാന്യായങ്ങൾ നോക്കുന്നില്ല, ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിലേക്ക് പോകുന്നു എന്ന ഒരു സൂചന നൽകുകയാണ്. അങ്ങനെയെങ്കിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, വീണ്ടും വലിയ സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ ഒമാൻ തീരത്ത് കൂടി സമാന്തര പാത, ഹോർമൂസിൽ ഇറാന് ആധിപത്യമുള്ള മേഖല മാറ്റിക്കൊണ്ട് ഒമാൻ തീരത്ത് കൂടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കപ്പലുകൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു ബദൽ പാത തുറന്നിരുന്നു. ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് ആദ്യം ഒരു കപ്പലിനെയും പിന്നീട് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായപ്പോൾ രണ്ടാമത്തെ ചരക്ക് കപ്പലിനെയും ആക്രമിച്ചു. സിംഗപ്പൂർ പതാകയുള്ള കപ്പലിനെയാണ് ആദ്യം ആക്രമിച്ചത്. അത് എണ്ണക്കപ്പലായിരുന്നു. രണ്ടാമതൊരു കപ്പലിനെ കൂടി ഇറാൻ ആക്രമിച്ചു. ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ വ്യോമാക്രമണം ശക്തിപ്പെടുത്തിയത്. ഇറാൻ്റെ വിവിധ മേഖലകളിൽ ബോംബിട്ടു. അതോടൊപ്പം തന്നെ അവരുടെ തുറമുഖങ്ങളിലൊക്കെ തന്നെ ഈ ബോംബാക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇസ്രായേലും ഒരു പരിധിവരെ മാറി നിൽക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദമുണ്ടായിരുന്നു, യുദ്ധത്തിൽ നിന്ന് മാറണമെന്ന വലിയ സമ്മർദ്ദം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നെതന്യാഹുവിന് മേലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും മാറുകയാണ്. ഇസ്രായേൽ കിട്ടിയ അവസരത്തിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തുന്നു. മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം നടക്കുന്നുണ്ട്. 3 സിവിലിയൻസ് കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ലെബനൻ അറിയിച്ചിട്ടുണ്ട്. ട്രംപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇസ്രായേലിനോട് ഈ ആക്രമണം തുടരരുത് എന്ന കാര്യം. ലെബനൻ്റെ ഒരു ആവശ്യമായി ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇറാൻ അവർക്ക് ഹോർമൂസിലുള്ള പരമാധികാരം നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രകോപനത്തിലേക്ക് പോകുന്നത്. ബഹ്റൈനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു, കുവൈറ്റിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെ അമേരിക്കയുമായി സഹകരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അനുശ്രീ, വിനോദ്, ഇതിൽ ഇനിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? അതിനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നതായുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ വലിയ തോതിൽ ഫലം കാണുമെന്ന് തോന്നുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ. കാരണം ആക്രമണത്തിലേക്ക് പോകുമ്പോൾ അത് തുടക്കം മുതൽ തന്നെ 14 നിർദ്ദേശങ്ങളടങ്ങിയ ഒരു സമാധാന കരാറിലാണ് അമേരിക്കയും ഇറാനും ഒപ്പുവെച്ചത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് സ്വിറ്റ്സർലാൻഡിൽ അതിൻ്റെ ഔദ്യോഗികമായ രേഖയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒപ്പുവെച്ചിരുന്നു. JD വാൻസാണ് അമേരിക്കയ്ക്ക് വേണ്ടി ഒപ്പുവെച്ചത്. അതോടെ തന്നെ ഖാലിബാഹ്, അദ്ദേഹം ഇറാൻ്റെ സ്പീക്കറാണ്. ഈ 2 പേരുമാണ് ഈ കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചത്. ആ സമയം മുതൽ തന്നെ ഇതിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കാരണം വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ അവ്യക്തത, കരാർ ഒപ്പിടുമ്പോൾ പോലും ഈ ധാരണകളുടെ കാര്യത്തിൽ വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രമല്ല, ഹോർമൂസിൽ തങ്ങൾക്കുള്ള അധികാരം നഷ്ടമാകുമോ എന്ന വലിയ ആശങ്കയാണ് ഇറാനെ ഭയപ്പെടുത്തുന്നത്. മാത്രമല്ല, അവർ അവിടെ കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കാൻ തീരുമാനിച്ചിരുന്നു. അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക അറിയിച്ചു എന്നത് മാത്രമല്ല, ഒമാനുമായി സഹകരിച്ച്
പുതിയൊരു പാത ഹോർമുസിൽ വളരെ ചെറിയ ഒരു കടലിടുക്കാണ്. അവിടെ തന്നെ ഇറാന്റെ തീരത്തുകൂടി പോകാതെ മറിച്ച് ഒമാൻ തീരത്തുകൂടി അതിൻ്റെ തെക്ക് കിഴക്കൻ മേഖലയിലൂടെ സഞ്ചരിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് അടുത്തെത്തുന്ന തരത്തിൽ UAE അടക്കമുള്ള രാജ്യങ്ങളുടെ സമീപത്ത് കൂടി സഞ്ചരിക്കുന്ന തരത്തിലാണ് പുതിയ പാത തുറന്നത്. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചു. ഇറാൻ അങ്ങനെയാണ് ആദ്യത്തെ കപ്പലിനെ ആക്രമിക്കുന്നത്. തുടർന്ന് അമേരിക്കയുടെ തിരിച്ചടി ഉണ്ടായി. അതാണ് ഇപ്പോൾ വലിയ പോരാട്ടത്തിലേക്ക് പോയിരിക്കുന്നത്. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും അടക്കം ആക്രമണങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെയാണെങ്കിൽ ഖമേനിയുടെ സംസ്കാരം 9-ാം തീയതി നടക്കുമോ എന്ന കാര്യത്തിൽ വലിയ ചോദ്യം ഉയരുന്നുണ്ട്. അനുശ്രീ. ശരി, വി വിനോദാണ് കൂടുതൽ വിശദാംശങ്ങൾ.